ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് സിനിമ. ഇന്ന് കുറേ സിനിമകൾ OTT റിലീസ് ചെയ്ത് കേട്ടോ. ഇന്ന് കുറേ സിനിമകൾ OTT റിലീസ് ചെയ്ത് ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. അപ്പോൾ രണ്ട് സിനിമകളുടെ വിശേഷങ്ങളാണ് ഇന്ന് റിലീസ് ചെയ്ത രണ്ട് തമിഴ് സിനിമകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് കടൈസി തോട്ട എന്ന് പറഞ്ഞൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. രാധാ രവി, ശ്രീകുമാർ ഗണേശ്, വനിതാ വിജയകുമാർ, യാസർ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. നവീൻ കുമാറാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കുറച്ച് കള്ളപ്പണം, കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം കൂടി ചേർന്നിട്ട് പിന്നെ അവിടെ റെയ്ഡ് വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു റിസോർട്ടിൽ പിന്നെ ഒളിപ്പിച്ച് വെക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ആ റിസോർട്ടിൽ തന്നെ ഒരു ദിവസം രാത്രി ഒരു കൊലപാതകം നടക്കുകയാണ്. ഇതിനെ തുടർന്ന് പിന്നെ എന്താ പറയുക, അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസ് എത്തുന്നു. ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നത്, പിന്നെ ആ പണത്തിന് എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ആ ഒരു ദിവസത്തെ കഥയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. കടൈസി തോട്ട എന്ന് പറഞ്ഞ ഈ ഒരു തമിഴ് ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ. അപ്പം ഒരു ലോ ബഡ്ജറ്റ് മൂവി, ലോ ക്വാളിറ്റി സിനിമ എന്ന് തന്നെ പറയാം. എല്ലാവരുടെയും പെർഫോമൻസുകളൊക്കെ വളരെ മോശമായി തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പം ഒരു വെറുതെ ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ, വെറുതെ ടൈം പാസ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. പിന്നെ ഈ സിനിമയുടെ പോസിറ്റീവ് എന്നുള്ളത് ആകെ 1 മണിക്കൂർ 43 മിനിറ്റ് ആയിരുന്നു ഈ സിനിമയുടെ ദൈർഘ്യം എന്നുള്ളത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെറുതെ ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് കടൈസി തോട്ട എന്ന ഈ ഒരു സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ പെർഫോമൻസ് ഒക്കെ വളരെ മോശമായിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡിൽ ക്യാമറ വർക്കുകളൊക്കെ വളരെ ശോകം തന്നെയായിരുന്നു. ക്യാമറ വർക്കുകളൊക്കെ ലാസ്റ്റ് കുറച്ച് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്നാലും നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുള്ള സംഭവങ്ങളൊന്നും സിനിമയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എന്നാലും ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ശ്രമിക്കാം. രണ്ടാമത്തെ സിനിമ എന്നുള്ളത് ഒരു സൂപ്പർ നാച്ചുറൽ, ഒരു ഹൊറർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ പേര് വരുന്നത് മുർമുർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2.5 മണിക്കൂറാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് 4 യൂട്യൂബേഴ്സ് ഒരു സ്ഥലത്ത് എന്താ പറയുക, ഒരു കാടിനുള്ളിൽ അവിടെ എന്തോ മിസ്റ്ററി ആയിട്ടുള്ള സംഭവമുണ്ട്, ഒരു പ്രേതമുണ്ട്, അവിടെ പോയവരാരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. പിന്നെ അവിടേക്ക് ഇവർ പോവാണ്, എന്താണെന്നുള്ള അന്വേഷിക്കാൻ വേണ്ടി ഇവർ പോവാണ്. അപ്പോൾ പോകുന്ന കൂട്ടത്തിൽ നാട്ടിൽ നിന്നും പിന്നെ ഗ്രാമത്തിൽ നിന്നും ഒരു പെൺകുട്ടി ഇവരുടെ കൂടെ പോകും. മൊത്തം 5 പേരാണ് പോകുന്നത്. അപ്പോൾ പോയതിനു ശേഷം അവിടേക്ക് എന്തൊക്കെ സംഭവിച്ചു, ഇവർ തിരിച്ചു വന്നു എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. ഒരു ഡോക്യുമെന്ററി സ്റ്റൈലിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ വ്ളോഗ് ഇവര് വീഡിയോ എടുക്കുന്ന ആ ഒരു മലയാള സിനിമയിലെ മഞ്ജു വാര്യരൊക്കെ അഭിനയിച്ച ഫൂട്ടേജ് എന്ന് പറഞ്ഞ സിനിമ, ഏകദേശം ആ ഒരു ടൈപ്പിൽ ഇവര് വീഡിയോ എടുക്കുന്ന സംഭവങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നതാണ് ഈ സിനിമയിൽ പുറമെ. 2 മണിക്കൂറുണ്ട് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ഭയങ്കര ലാഗായിരുന്നു സിനിമ എന്നുള്ളത്. ഭയങ്കര ലാഗാണ് എനിക്ക് അനുഭവപ്പെട്ട ഈ സിനിമ. പ്രത്യേകിച്ച് അങ്ങനെയാണ്. പക്ഷെ പേടിപ്പെടുത്തുന്ന രംഗങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ലാസ്റ്റിലൊക്കെ കുറച്ച് പേടിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത് നമ്മളെ എത്രത്തോളം പേടിപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് മൂവി കൂടിയാണ്. എന്തിനാണ് ഈ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടില്ല കണ്ടിട്ട്. പിന്നെ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് റൂമിലിരുന്ന് ലൈറ്റൊക്കെ ഓഫാക്കി അങ്ങനെ ആ ഒരു മൂഡിലൊക്കെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ പേടിച്ചേക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് വലിയൊരു ഫീൽ സിനിമ തന്നിട്ടില്ല എന്നുള്ളതാണ്. 2.5 മണിക്കൂർ കൊണ്ട് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ഭയങ്കര ലെങ്ത് ഫീൽ ചെയ്തു. ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവർ ഒരു മിസ്റ്ററി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ എന്തൊക്കെയാ സംഭവം, ഇതുപോലെ ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ എന്താ പറയുക, നല്ല ക്വാളിറ്റി മേക്കിംഗ് ആയിരുന്നു. പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. മ്യൂസിക് കൊള്ളാമായിരുന്നു. സൗണ്ട് മിക്സിങ് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. പക്ഷെ ഈ ഒരു സംഭവം ലേഗാണ്. ആ ഒരു അറ്റംപ്റ്റ് എനിക്ക് വലിയൊരു ഇതായി തോന്നിയില്ല. ആകെ മൊത്തം ടോട്ടൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്നിലെ പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ആയിട്ടില്ല, ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മുർമുർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. 2 സിനിമ, അതായത് കടൈസി തോട്ട, മുർമുർ, ഈ 2 സിനിമയും തമിഴാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ 2 സിനിമകളുടെയും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ആണ് ഒരു തമിഴ് സിനിമ, അത് ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ട് നയൻതാരയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്താൽ. അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മുന്നിൽ എത്രയും പെട്ടെന്ന് റിവ്യൂ ആയിട്ട് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.